നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, അതിന് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ചിക്കൻ. പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങൾ ചിക്കനും പൊട്ടറ്റോയാണ്. അതിൽ ആദ്യം വേണ്ടത് ചിക്കൻ. അത് നിങ്ങൾ കുക്ക് ചെയ്ത ചിക്കൻ ഇട്ട് വേവിച്ചത്. ഓൾറെഡി കുരുമുളകും ഉപ്പിട്ട് വേവിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുത്തേക്കുന്ന ചിക്കനാണ്. കാരണം ഈ സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുവാണ്. അതെ, അപ്പോൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത് വേണ്ടത് പൊട്ടറ്റോ. അതും നമ്മൾ വേവിച്ച് വെച്ചേക്കാണ് പൊട്ടറ്റോ. പിന്നെ ഉള്ളത് നമുക്ക് പറയാം. അത് നമുക്ക് ഇതിലോട്ട് വരാം, ടൈം പോകുന്നു അല്ലെങ്കിൽ. സോ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഫുള്ളും പറയണം. ഇൻഗ്രീഡിയൻസ് ഫുൾ പറയണം, ഒന്ന് പറഞ്ഞോളൂ. വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു അല്ലി ഇഞ്ചി മതി. അല്ല, ചെറുതായിട്ട് സൈസ് പറഞ്ഞു കൊടുക്കും. സൈസ് ചെറുതായിട്ട് അരഞ്ഞത്. രാവിലെ തന്നെ വെള്ളിയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവളൊക്കെ വിളിച്ചത്. പച്ചമുളക് ചെറുതായിട്ട് പച്ചമുളക് ചെറുതായിട്ട്. മുളക് കട്ട് ചെയ്തത്. പച്ചമുളക്. സവാള ഒരു വലുത് അരിഞ്ഞത്. ഉപ്പ് ആവശ്യത്തിന്. കറി ലീവ്സ്, കറിവേപ്പില. അതെ, കട്ട് ചെയ്തത് ചെറുതായിട്ട്. കുരുമുളക്, ക്രഷ്ഡ് കുരുമുളക്. പിന്നെന്താ പറഞ്ഞോ? ആ മസാലയുടെ പേര് ഗരം മസാലയാണോ? അത് മസാല ഗരം മസാല ആയിരിക്കുള്ളൂ. അതൊന്നും ചെയ്യാൻ പാടില്ല, മണക്കാൻ പാടില്ല. മണത്താലേ അറിയാൻ പറ്റൂ. ആ ഗരം മസാല സ്വാഭാവികം. വെളിച്ചെണ്ണ. പിന്നെ മെയിനായിട്ടും നമുക്ക് ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൈസി അല്ല, ഇത് മുക്കിയെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് വേണം. ഇത് വീട്ടിലില്ലാത്തൊരു നേരത്തെ ഞങ്ങൾ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ബ്രെഡ് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. സോ ബ്രെഡ് ക്രംസ്, പിന്നെ വേണ്ടത് മുട്ട. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതിന്റെ പ്രോസസ്സ് എന്നുള്ളത് ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക. അത് വിഷ്ണു ചെയ്യും. അപ്പം ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാം. നീ അത് കൂട്ട് റെഡിയാക്കണം. ഇവിടെ ഇതൊരു കട്ട്ലേറ്റ് ഒരു മിക്സ് വേണമല്ലോ. ആ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം പാന് ഓണാക്കേണ്ട സുന കാണാനില്ല. അപ്പോൾ ചെറിയ ചൂടായിട്ടുണ്ട് പാന്. അപ്പം അതിലൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. എത്ര ടീസ്പൂൺ വേണം? അതിട്ടോ, ടീസ്പൂണല്ല, മതി. ഒരു ഇഞ്ചിയുടെ ഇത്ര ഇടുക. പച്ചമുളക് അത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വശക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സവാള ഫുൾ ഇടട്ടെ. അതിട്ടോ, ഒരു സവാള ഫുള്ള്. ഞാൻ വിഷ്ണു കൃത്യമായിട്ട് ചോദിക്കുന്നത്, വിഷ്ണു ഇത് മുമ്പ് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഉണ്ട്? അതെ. അപ്പൊ തെറി കേൾക്കണേ അവനെ കേട്ടോളൂല്ലോ. ഒരുപാട് ഉപ്പൊന്നും വേണ്ട. മതിയല്ലോ. ദൂരെ നിന്നും പിൻവിളി കൊണ്ടില്ലേ? ഞാനിടാനോ? ബഹുമാനമുള്ള കുട്ടിയാ. അതത്ര അരിഞ്ഞു വെച്ചാൽ അതുകൊണ്ടാണ് പ്ലേറ്റ് ഞാനാക്കി വെച്ചാണ് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പുഴുങ്ങിയ പൊട്ടറ്റോ സ്മാഷ് ചെയ്തെടുക്കുന്നതാണ്. ഗൈസ്, ഞങ്ങൾ തമാശകൾ പറയുന്നത് കുറയ്ക്കുകയാണ്. നമ്മൾ സീരിയസ് ആയിട്ട് കാണാൻ പോവുകയാണ്. ഞങ്ങൾ ഇവരെല്ലാവരും തളർത്തി അവിടെ നിന്ന് ഇവിടെ നിന്നും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുക്കിംഗിൽ ശ്രദ്ധിക്കൂ. നാദരം നില കരഞ്ഞു. അതെ, ഞങ്ങൾ ക്വിറ്റ് ചെയ്താലാന്ന് വരെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങൾ ക്വിറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറയുക. അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ നിമിഷം ഞങ്ങൾ ക്വിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഷോയിൽ നിന്ന്. എന്തിനാ ഇങ്ങനെ കേട്ട് ജീവിക്കണം? ആട്ടും തുപ്പും കേട്ട് ജീവിച്ചു മടുത്ത് ഇവരെല്ലാരും ഞങ്ങളെ കൊന്നു ഗൈസ്. ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. കുക്കിംഗ് അറിയില്ലെന്നൊരു തെറ്റ് മാത്രമേ ഉള്ളൂ. അതൊരു തെറ്റാണോ? അല്ല, കുക്കിംഗ് അറിയുന്നതല്ലോ. കുക്കിംഗ്
ശ്രമിക്കില്ല. ഇവിടെയുള്ള എല്ലാവരും പുതുതായിട്ട് പരീക്ഷണം നടത്തുന്ന ആൾക്കാരാണ് പറയണത്, പക്ഷെ ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവരുണ്ടാക്കണ ഓരോ ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലേ? റഷ്യനും ഞങ്ങൾക്ക് അവരുടെ കൂടെ വന്ന് കുക്ക് ചെയ്യാൻ ചമ്മലാണ് ഇപ്പൊ. പക്ഷെ അപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു പ്രധാന കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണ മലയാളി ഓഡിയൻസിന് അവരുടെ വീടുകളിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് പെപ്പർ, കുറച്ച് ഗരം മസാല ഇട്ടിട്ട്, ഗരം മസാലയ്ക്ക് ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളത് ഗരം മസാല ആണെന്ന്, ഇതല്ലേ? അതെ ഞാൻ മനസ്സിലാക്കി പറയാം. എനിക്ക് ആ കഴിവ് തന്നിട്ടില്ല ദൈവം. ഇത് ഗരം മസാല. ഇനി നമ്മൾ 1/2 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചിക്കൻ എടുത്ത് ഇതിലോട്ട് ഇടുകയാണ്. ഞാൻ വെള്ളം എടുത്തിട്ട് വരാവേ. ചുമ്മാ കേസ് യൂട്യൂബിൽ നോക്കാൻ പോയത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൊട്ടറ്റോ ഇടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ യൂട്യൂബ് നോക്കിട്ട് വന്നവൻ. യൂട്യൂബ് നോക്കാൻ എത്ര നേരം പോയത്? ഇത് നമ്മള് ആയില്ലേ? കഴിഞ്ഞില്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുക്കാൻ പോണെന്ന് പറയും, പക്ഷെ നിങ്ങൾ അപ്പുറത്തെ കിണറ്റിൽ ഞങ്ങൾ വെള്ളം കോരാൻ ഇവിടെ ഇല്ലേ? ഇന്ന് വെള്ളം വന്നിട്ടില്ലല്ലേ പൈപ്പിൽ? അപ്പൊ അപ്പുറത്ത് വെള്ളം കോരിട്ട് വേറെ പ്രത്യേകത, ഈ കട്ടിന് വെള്ളം ആവശ്യമേ ഇല്ല നമുക്ക് കുടിക്കാൻ. ഇതൊന്ന് ചൂടാറാൻ വെച്ചിട്ട് കൈ കൊണ്ട് കുഴക്കുക. ആ സമയത്ത് ഞാൻ പോയിട്ട് മുട്ട ബീറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും നേരം വെള്ളം കോരിട്ട് അവൻ മനസ്സിലാക്കിയത് മുട്ട ബീറ്റ് ചെയ്യണ കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, ഈ സമയത്ത് ഞാൻ പോയിട്ട് മുട്ട പൊട്ടിച്ച് സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഷേപ്പ് ആയില്ല, വിഷ്ണു ഉണ്ടാക്കുവാണ്. എണ്ണ ഒഴിക്കാൻ, ഒരു കപ്പ് എണ്ണ ആയിരിക്കും. മുങ്ങിക്കിടക്കാൻ പാകത്തിനാ പറയണേ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, നീ കൊണ്ടുവാ, കുഴൽ കൊട് തപ്പട്. മതി മതി മതി. എണ്ണ നന്നായിട്ട് ചൂടാവണം അല്ലേ? ആവുന്നില്ല? ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാറിയപ്പോ ഞാൻ ആവണം. ആരെ ഉണ്ടാക്കിയത്? വിഷ്ണുനാഥനല്ലേ? പൊട്ടിപ്പോണത്. എന്നെ ഇപ്പൊ ആൾക്കാർ വിളിക്കുന്നത് നാദിറ വിഷ്ണു എന്നാ. എനിക്ക് ആ ഒരു ചീത്തപ്പേര് മാത്രമേ ഉള്ളൂ. ഇവൾക്കത് സൽപ്പേരായിരിക്കും. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും, വിഷ്ണു ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ എന്നാണ്. അല്ലല്ല, നിന്നോട് ചോദിക്കാറില്ലേ നാദറില്ലേ കൂടെ? എന്നോട് ചോദിക്കാറുള്ളത് എന്തിനാ മോനെ അവളുടെ കൂടെയൊക്കെ നടക്കണം. പിന്നെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ടോപ്പിക്ക് മാറിപ്പോ നോക്കിയേ. നീ തുടങ്ങിക്കോ, പരിപാടി തുടങ്ങിക്കോ. എന്നിട്ട് അത് മുട്ടയും മുക്കിയിട്ട് ക്രംസിലിട്ട് സെറ്റാക്കിയിട്ട്, ക്രംസ് കുറച്ച് വലുതാണോ എന്ന് ഡൗട്ട്. ഞങ്ങളുടെ കട്ട്ലേറ്റ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് തീർത്തത്. അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അത്യാവശ്യം. ഇതിലിപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ ഉണ്ടാക്കിയാണ്, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ലേ. രണ്ടാമത്തെ ഐറ്റമാണ് ഇത്ര സാറ്റിസ്ഫൈഡ് ആണ്. മറ്റേ ബ്രെഡിൻ്റെതും ഇതും ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും ബാക്കിയൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ദൈവത്തിന്റെ ഷെഫിന്റെ ഞങ്ങൾ റിസൾട്ടിനെ പറ്റി ഓർത്ത് വേവലാതിപ്പെടുന്നില്ല. ഇല്ല, നമ്മൾ ഹാപ്പിയാണ്. നോക്കിയ ആൾക്കാർക്കൊക്കെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നില്ല, അപ്പൊ അതിന്റെ കുറവുകളൊന്നും ഇല്ല. മേ ബി നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ ഒരു മറ്റേ എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള ഷെഫ്സിന് ചിലപ്പോൾ തോന്നാം അല്ലെ കുറവുകളായിട്ട്. നമ്മളിത് അങ്ങനെ തോന്നിയാൽ ഷെഫിന്റെ ഐഡിയ ഞങ്ങൾ മെൻഷൻ ചെയ്യാം. നിങ്ങൾ അവരെ പോയി ചീത്ത വിളിക്കുക.